ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Red Carpet. Stay tuned for your favorite celebrity. Hi, hello, very good evening and welcome to Red Carpet on Aspria FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം എന്ന റെഡ് കാർപ്പറ്റുമായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് RJ അനൂഷയാണ് കേട്ടോ. അപ്പോൾ എല്ലാ സൺഡേസിലും നമ്മുടെ ലിസണേഴ്സ് ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു ഷോയാണ് റെഡ് കാർപ്പറ്റ് എന്ന് വേണമെങ്കിൽ പറയാല്ലേ. ഈ വീക്കിലെ ഏത് സെലിബ്രിറ്റി ആയിരിക്കും എത്താനായിട്ട് പോവുക, ഏത് സെലിബ്രിറ്റിയുടെ വിശേഷങ്ങളായിരിക്കും കേട്ടറിയാനായിട്ട് പോവുക എന്ന് എല്ലാവരും ഇങ്ങനെ ക്യൂരിയോസിറ്റിയോടെ കാത്തിരിക്കുകയായിരിക്കും. എന്തായാലും ആ ഒരു ക്യൂരിയോസിറ്റിക്ക് വിരാമം ഇട്ടുകൊണ്ട് ഇന്ന് നമ്മളോടൊപ്പം റെഡ് കാർപ്പറ്റിൽ എത്തിച്ചേർന്നിരിക്കുന്ന സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറയുന്നത് അങ്കമാലി ഡയറീസ് എന്ന സിനിമയിൽ അപ്പാനി രവി എന്ന ക്യാരക്ടർ ചെയ്തുകൊണ്ട് സിനിമാ രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ള അപ്പാനി ശരത്തേട്ടനാണ് ഇന്ന് നമ്മളോടൊപ്പം റെഡ് കാർപ്പറ്റിൽ ചേരുന്നത്. ഹായ് ചേട്ടാ, നമസ്കാരം, വെൽക്കം ടു ദി ഷോ. ഹലോ, ഹായ്, നമസ്കാരം. എന്തൊക്കെയായിട്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? യെസ്, നല്ല വിശേഷമാണ്, സുഖമായിട്ടിരിക്കുന്നു. അവിടെ എല്ലാവർക്കും സുഖമാണോ? യെസ്, ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു. ചേട്ടൻ ഹാപ്പി ആയിട്ടിരിക്കല്ലേ? തീർച്ചയായും, പിന്നെ ഓക്കെ. അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുന്നതെന്ന് അറിഞ്ഞതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, ഫസ്റ്റ് മൂവി അങ്കമാലി ഡയറീസ് ആണ്. ആ ഒരു സിനിമയിലൂടെയാണ് ആദ്യമായിട്ട് ചേട്ടൻ നമ്മൾ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിച്ചേർന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞു തന്നെ നമുക്ക് ഷോയിങ് സ്റ്റാർട്ട് ചെയ്യാല്ലേ? അങ്കമാലി ഡയറീസ് ഇറങ്ങിയിട്ട് ഏകദേശം 8 വർഷമായി. അതെ, 8 വർഷമായിരിക്കുകയാണ്. 8 വർഷമായിരിക്കുകയാണ്. ഈ 8 വർഷത്തിനിടയിൽ ഒത്തിരി സിനിമകൾ ചെയ്തു, മലയാളവും തമിഴും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്ത് ഒത്തിരി സിനിമകൾ ചെയ്തു. ഇപ്പോഴും അങ്കമാലി ഡയറീസിനെ കുറിച്ച് ഒരു പുറത്തുനിന്നുള്ള ഓഡിയൻസ് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ക്യാരക്ടറെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം തന്നെ വലിയ സന്തോഷം. എന്റെ പേര് ശരത് കുമാർ എന്നാണ്. എന്റെ പേരിനൊപ്പം എന്റെ ആദ്യ സിനിമയുടെ കഥാപാത്രം, അതായത് അപ്പാനി രവി എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ അപ്പാനി എന്നുള്ള വിളിപ്പേര് എനിക്ക് നൽകിയ സിനിമയാണ് അങ്കമാലി ഡയറീസ്. ഞാൻ അങ്കമാലി ഡയറീസ് എന്ന സിനിമയിലേക്ക് എത്തുന്നത്, ഞാനൊരു തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ്. ഞാനൊരു തിയേറ്റർ പേഴ്സൺ ആണ്, ഡ്രാമ ആക്ടറാണ്. ഞാൻ പഠിച്ചത് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത കാലടി യൂണിവേഴ്സിറ്റിയിൽ PG തിയേറ്റർ, അതായത് PG നാടകമാണ് പഠിച്ചത്. ആ സമയത്തായിരുന്നു അങ്കമാലി ഡയറീസിന്റെ ഓഡീഷൻ. എന്റെ ക്യാമ്പസിൽ വെച്ചിട്ടായിരുന്നു ഓഡീഷൻ. അങ്ങനെ ഞാൻ ആ ഓഡീഷനിൽ അറ്റൻഡ് ചെയ്തു. ഞാൻ നേരെ സിനിമയിലേക്ക് എത്തിയതായിരുന്നു. ഞാൻ അതിനു മുമ്പ് ആക്ടിംഗ് തന്നെയായിരുന്നു, പക്ഷെ അത് തിയേറ്ററിലായിരുന്നു മാത്രമേ ഉള്ളൂ, ഡ്രാമയിലായിരുന്നു. അത് വളരെ വർഷങ്ങളായിട്ട്, ഐ മീൻ എന്റെ ഒരു എന്താ പറയുന്ന ഒരു 2ാം ക്ലാസ് 1ാം ക്ലാസ് 2ാം ക്ലാസ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് ഞാൻ അഭിനയിക്കുന്ന ആളാണ്. പ്രൊഫഷണലായിട്ട്, സ്റ്റേജിലായിട്ടും അല്ലാതെ പ്രൊഫഷണലായിട്ടും ഞാൻ ചെറിയ ചെറിയ ബാലവേഷങ്ങളൊക്കെ ചെയ്ത് സ്റ്റേജിൽ പെർഫോം ചെയ്ത് വന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അഭിനയം എന്ന് പറയുന്ന കല എന്റെ വളരെ കുഞ്ഞുനാൾ മുതൽ എന്റെ കൂടെ ഉള്ളതാണ്. സിനിമയിലേക്ക് എത്തിയത് എനിക്ക് തോന്നുന്നു 2015-16 സമയത്താണ് ഞാൻ അങ്കമാലി ഡയറീസിൽ അഭിനയിക്കുന്നത്. അതിനുശേഷം ഞാൻ മുഴുവൻ സമയവും സിനിമയിൽ തന്നെയാണ് ചെലവഴിക്കുന്നത്. അഭിനയം തന്നെയാണ് എന്റെ കല. ഇപ്പോഴും നാടകങ്ങൾ ചെയ്യുന്നുണ്ട്, പാരലൽ സിനിമയിലും അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിലെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നോക്കുകയാണെങ്കിൽ ഫാമിലിയിൽ ആരെങ്കിലും ഇങ്ങനെ അഭിനയത്തില് മികച്ച പ്രകടനം കാഴ്ചവെച്ച ആരെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെ ആരുമില്ല. ചേട്ടനാണ് അഭിനയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഫാമിലിയിലെ ആദ്യത്തെ ആളല്ലേ? ഓക്കെ. ചേട്ടനെ പറ്റി ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ആദ്യത്തെ സിനിമ അങ്കമാലി ഡയറീസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഷോ സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം പറയുകയാണെങ്കിൽ ജിമിക്കിയും കമ്മലും പാട്ടാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു സിനിമയും ലാലേട്ടന്റെ ഒപ്പമുള്ള അനുഭവം ഒക്കെ എങ്ങനെയായിരുന്നു? ലാലേട്ടൻ അറിയാലോ, നമുക്ക് നമ്മുടെ വളരെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന വലിയൊരാളാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിനൊപ്പം സ്ക്രീൻ സ്പേസ് കിട്ടുക, അല്ലെങ്കിൽ അദ്ദേഹത്തിനൊപ്പം അഭിനയിക്കുക എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു കടന്നു വരുന്ന ഒരു നടനെ സംബന്ധിച്ച് ആ സമയത്ത് എന്നെ സംബന്ധിച്ച് ഗ്രേറ്റ്ഫുൾ, വലിയൊരു അച്ചീവ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ആദ്യ സിനിമ അങ്കമാലി ഡയറീസ് പുതുമുഖങ്ങളെ വെച്ചിട്ടാണ് ചേട്ടൻ ചെയ്തത്. അതിനുശേഷം ചെയ്ത സിനിമ, ഞാൻ അഭിനയിച്ച സിനിമ മലയാളത്തിലെ ഏറ്റവും താരമായ ലാൽ സാറിന്റെ കൂടെ എന്ന് പറയുമ്പോൾ അത് വലിയ സംഭവമല്ലേ, വലിയ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. അത് ഞാൻ ഒരുപാടധികം അഭിമാനിക്കുന്നു സത്യം പറഞ്ഞാൽ. അത് എത്ര കൊല്ലം കഴിഞ്ഞാലും ഞാൻ ഏതൊക്കെ വലിയ ആക്ടേഴ്സിന്റെ കൂടെ അഭിനയിച്ചാലും അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നൊരു ആളാണ്. അതൊരു മൊമെന്റ്സ് ആയിരുന്നു. പിന്നെ വളരെ നല്ലൊരു സിനിമയായിരുന്നു. അതിനപ്പുറം ഞാൻ അഭിനയിച്ച ഒരു സോങ് ഇത്രയും ഒരു വേൾഡ് ഹിറ്റ് ആകുമെന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ആ ഒരു വേൾഡ് ഹിറ്റ് അതെനിക്ക് ദൈവം അല്ലെങ്കിൽ ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു ഞാൻ ആ ഒരു സോങ് ഹിറ്റ് ആയതിൽ. കാരണം ഓക്കെ. ലാലേട്ടന്റെ ഒപ്പമുള്ള മറക്കാനാകാത്ത എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ എന്തായിരിക്കും ആദ്യം മനസ്സിലേക്ക് വരിക? പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇന്ന് തീരില്ല, അതാണ് സത്യം. ഇന്നത്തെ എപ്പിസോഡ് തീരില്ല. കാര്യം ഞാൻ അന്ന് മുതൽ ഇന്ന് കഴിഞ്ഞ ഒരു മാസം മുമ്പ് വരെയും ഞാൻ ലാലേട്ടനെ നേരത്തെ കണ്ട ആളാണ്. അപ്പൊ എനിക്ക് ഒരുപാട് അധികം കഥകൾ പറയാനുണ്ട് അദ്ദേഹത്തിനെ കുറിച്ച്. അതുകൊണ്ട് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒത്തിരി പറയേണ്ടി വരും. പക്ഷെ ഞാൻ പറയട്ടെ, നമുക്ക് ഞാനത് ഗ്രേറ്റ്ഫുൾ ആയിട്ട് കാണാം. ദൈവവുമായിട്ടുള്ള ഷൂട്ടിംഗ് ഡേയ്സുകളെല്ലാം ഞാനത് വലിയൊരു ഗ്രേറ്റ്ഫുൾ ആയിട്ട് കാണുന്നു. അത്ര ഇപ്പൊ ലാലേട്ടനെ മാറ്റി നിർത്തുകയാണെങ്കിൽ നമ്മുടെ മലയാളം ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രി തന്നെ എടുക്കുകയാണെങ്കിൽ, ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി എടുക്കുകയാണെങ്കിൽ ചേട്ടൻ ഒപ്പം അഭിനയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആക്ടർ ആരാണ്? മമ്മൂക്ക.
മമ്മൂക്ക. രണ്ടുപേരും നമുക്ക് ഏറ്റവും അധികം ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല. അപ്പം അല്ലേ നമ്മള് ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആക്ടേഴ്സ് അല്ലേ. അപ്പൊ അവരുടെ കൂടെ അഭിനയിക്കണമെന്ന് ആർക്കും ആഗ്രഹം ഉണ്ടാവാത്ത. ഞാൻ ലാലേട്ടനൊപ്പം അഭിനയിച്ചു, എനിക്ക് മമ്മൂക്കയോടൊപ്പം അഭിനയിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. ഓക്കെ, അപ്പോ എത്രയും വേഗം തന്നെ അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കാനുള്ള ഒരു ചാൻസ് ചേട്ടന് കിട്ടട്ടെ കേട്ടോ. അതിനെന്തെങ്കിലും ചാൻസ് ഇപ്പോ തേടി വന്ന് അതിന്റെ വർക്ക് നടക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ തേടി പോകുന്നുണ്ട്, ഇതുവരെ എനിക്ക് വേണ്ടി വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിംഗിലാണല്ലേ. നമ്മളിപ്പോ ആക്ടേഴ്സിന്റെ കാര്യം എടുത്ത് പറഞ്ഞു. അല്ലാണ്ട് പറയുകയാണെങ്കിൽ ഇപ്പോ ഫിലിം ഡയറക്ടർ, അതായത് ഇപ്പോ ഒരു പാട്ടുകാരനാണെങ്കിലും അദ്ദേഹം എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം AR റഹ്മാൻ സാറിന്റെ ഒപ്പം വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ ഒരു ആക്ടറിനെ സംബന്ധിച്ചിട്ട് അയാൾക്കും ഒരു ആഗ്രഹം കാണും, ഇന്ത്യ അറിയപ്പെടുന്ന ഒരു ഫിലിം ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം. അപ്പൊ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ചേട്ടന് ഏത് ഡയറക്ടറിന്റെ കൂടെ, ചേട്ടന്റെ ഡ്രീം ഫിലിം ഡയറക്ടർ ആരാണ്? എനിക്ക് എന്റെ ആദ്യ സിനിമ എന്നെ സംവിധാനം ചെയ്ത ലിജു ജോസ് പല്ലിശ്ശേരി, അദ്ദേഹമാണ് എനിക്കൊരു ആദ്യമായിട്ട് എനിക്കൊരു മലയാള സിനിമയിലേക്ക് അല്ലെങ്കിൽ എന്റെ ഒരു ഡ്രീം ട്രൂ ആക്കി തന്നത് അദ്ദേഹമാണ്. എനിക്ക് എല്ലായ്പ്പോഴും അദ്ദേഹത്തിന്റെ സിനിമകൾ അഭിനയിക്കാനാണ് ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റെല്ലാം എനിക്ക് ഞാൻ എന്റെ നല്ല പെർഫോമൻസിനുണ്ടെങ്കിൽ എന്നെ വിളിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട്. പക്ഷെ ഇത് അദ്ദേഹത്തിൽ നിന്നൊരു ക്രിയേറ്റിവിറ്റി, അദ്ദേഹത്തിൽ നിന്നൊരു സിനിമ കൂടി എനിക്ക് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ. അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. എനിക്ക് എത്ര വലിയ സംവിധായകന്മാർ വിളിച്ചാലും എനിക്ക് ഇഷ്ടമാണ്, ഞാനത് ബഹുമാനപൂർവ്വം കാണുന്നു. പക്ഷെ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്റെ ഒരു പ്രയറിൽ എപ്പോഴും കാണുന്നത് എനിക്ക് ഇദ്ദേഹത്തിനൊപ്പം, എന്റെ ആദ്യ സംവിധായകൻ ലിജു ജോസ് പല്ലിശ്ശേരി എന്ന് പറയുന്ന അദ്ദേഹത്തിനൊപ്പം ഒരു സിനിമ കൂടി ചെയ്യാനുള്ള അവസരം കിട്ടണം. അല്ലെങ്കിൽ അദ്ദേഹം ആക്ഷൻ പറയുമ്പോൾ ഒരു ദിവസം കൂടി എനിക്ക് അഭിനയിക്കാൻ സാധിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഓക്കെ, അദ്ദേഹത്തോടൊപ്പം ഒരു സിനിമ ചെയ്യണമെന്നാണ് ആഗ്രഹം അല്ലേ? ഓക്കെ, അതെ, ഒരു സിനിമ മാത്രമല്ല, ഒരുപാടധികം സിനിമകൾ. ഞാൻ ഒരു സിനിമ അഭിനയിച്ചത് കൊണ്ട് ഇനി ഒരു സിനിമ കൂടി വേണം എന്നുള്ളൂ. പക്ഷെ ഒരു സിനിമയിൽ അവസാനിക്കണമെന്ന് എനിക്ക് ആഗ്രഹിക്കുന്നില്ല. ഒത്തിരി സിനിമകൾ അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്യണം. പക്ഷെ ഭാഗ്യവശാൽ ഞാൻ ഒരു സിനിമ മാത്രമേ ഇതുവരെ അദ്ദേഹത്തിനൊപ്പം ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ കഴിഞ്ഞ 8 വർഷമായിട്ട് ആസ് ആക്ടർ എന്ന നിലയ്ക്ക് എന്റെ ഡെവലപ്മെന്റ്സുകളും എനിക്ക് അദ്ദേഹത്തിന് മുമ്പിൽ പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനുള്ള അവസരം എനിക്ക് കിട്ടണം. ആ ഒരു അവസരം കിട്ടിക്കഴിയുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു സിനിമ എത്തുന്നതായിരിക്കും അല്ലെ? 100% അപ്പാനി രീതി എന്ന് പറയുന്ന കഥാപാത്രത്തിൽ അന്ന് ഞാൻ പെർഫോം ചെയ്തതിന്റെ എക്സ്ട്രീം ലെവലിൽ ഞാൻ പെർഫോം ചെയ്യാം, അദ്ദേഹത്തിന് മുമ്പിൽ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. ഓക്കെ, ഒരു വില്ലൻ ക്യാരക്ടറായിട്ട്, വില്ലൻ കഥാപാത്രം കൈകാര്യം ചെയ്തുകൊണ്ടാണ് ചേട്ടൻ സിനിമയിലേക്ക് വരുന്നത്. അതിനുശേഷം നോക്കുകയാണെങ്കിൽ ചേട്ടന്റെ ഫസ്റ്റ് നായകനായിട്ട് എത്തിയ മൂവി കോണ്ടസ് ആണല്ലേ? അപ്പൊ ഒരു നായകനായിട്ട് അഭിനയിച്ചപ്പോൾ എന്തായിരുന്നു ആ എക്സ്പീരിയൻസ്? ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നായകൻ, വില്ലൻ, നായിക എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല. ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. ബേസിക്കലി സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന കഥാപാത്രങ്ങളാണ്. ഡയറക്ടർ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഉണ്ടാവുന്ന കഥാപാത്രങ്ങളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ നായകനാണോ വില്ലനാണോ അങ്ങനെ ഒരു കാറ്റഗറിയിലേക്ക് പറയുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഞാൻ ചെയ്തൊരു ക്യാരക്ടർ, ചന്തു എന്നുള്ളൊരു ക്യാരക്ടറാണ്. എന്റെ കൂടെ ഒരുപാട് അധികം ആക്ടേഴ്സ്, എന്നെക്കാട്ട് സീനിയർ ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് വർക്ക് ചെയ്ത പടമാണ്. സോ അത് വളരെ നല്ലൊരു സിനിമയായിരുന്നു. പക്ഷെ അത് വലിയ രീതിക്ക് ജനശ്രദ്ധ കിട്ടിയിട്ടില്ല. എന്നാൽ കൂടി അത് എന്റെ ആ സമയത്ത് ഞാൻ വന്നൊരു ടൈം ആയിരുന്നു. ആ സമയത്ത് എനിക്കത് ഒരുപാടധികം എന്റെ ലൈഫിന്, എന്റെ കരിയറിന് ഒരുപാടധികം ഗുണം ചെയ്തു. അത് സോ അടിപൊളി മൂവി ആയിരുന്നു. അതിന്റെ ഡയറക്ടർക്ക് എനിക്ക് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. നല്ലൊരു സിനിമയായിരുന്നു. ആ തുടക്കത്തിന്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഞാൻ ആ സിനിമ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അന്ന് ചെയ്ത അതേപോലെ ആയിരിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേറൊരു, എന്റെ ആക്ടിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും സിനിമയൊക്കെ ഒരുപാട് ഡെവലപ്മെന്റ്സ് ആയി. അപ്പൊ ആ ഒരു ഡെവലപ്മെന്റ്സ് എനിക്ക് അതിൽ യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതെ അല്ലേ? ഓക്കെ. ഇപ്പൊ മലയാളം ഇൻഡസ്ട്രിയിൽ മാത്രമല്ല ചേട്ടൻ തമിഴ് ഇൻഡസ്ട്രിയിലും ചെന്ന് കസറിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് വേണമെങ്കിൽ പറയാല്ലേ. അപ്പൊ ഈ ലാംഗ്വേജ് മാറുമ്പോൾ അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് എന്തെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ആക്ടിങ്ങിലാണെങ്കിലും നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയെ വെച്ച് നോക്കുകയാണെങ്കിലും തമിഴ് ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളോ ഒക്കെ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരിക്കലും വന്നിട്ടില്ല. കാര്യം ഞാൻ ഒരു തിരുവനന്തപുരംകാരനാണ്. അപ്പോ എന്റെ ലാംഗ്വേജിലും എന്റെ ബോഡിയിലും അല്ലെങ്കിൽ എന്റെ ടോക്കിലൊക്കെ ഒരു തമിഴ് ഹാഫ് ടച്ച് ഉണ്ട്. അപ്പൊ എനിക്ക് തമിഴ് ഇഷ്ടമാണ്. പിന്നെ ഞാൻ തമിഴ്നാട്ടിൽ എനിക്ക് ഒരുപാട് അധികം സുഹൃത്തുക്കളും കസിൻസ് ഒക്കെ ഉണ്ട്. ഞാൻ ഒത്തിരി സ്ട്രീറ്റ് പ്ലേ ഞാൻ ചെയ്തിട്ടുണ്ട് അവിടെ, മൈൻ ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പൊ എനിക്ക് തമിഴ് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ ഞാൻ മലയാള സിനിമയിലേക്ക് എത്തുന്നതിന് മുമ്പ്, അതായത് അങ്കമാലി ഡയറീസിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ ഓഡീഷനൊക്കെ, തമിഴ് പടങ്ങളുടെ ഓഡീഷനൊക്കെ ഞാൻ പോയിട്ടുണ്ട്. കൊളാബ് ചെയ്തിട്ട് ഞാൻ അവിടുത്തെ എന്റെ തമിഴ്നാട്ടിലെ സുഹൃത്തുക്കളും ഞാനൊക്കെ ചേർന്ന് ഒത്തിരി ആർട്ട് ഫോമുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തമിഴ് ഒത്തിരി ഇഷ്ടമാണ്. തമിഴിലെ ഇമോഷൻസ് ഭയങ്കര ഇഷ്ടമാണ്. തമിഴിലെ വേർഡ്സ്, മലയാള വേർഡ്സിനെ കാട്ടി തമിഴിലെ വേർഡ്സ് ഭയങ്കര അധികം ഇമോഷൻസ് ഫീൽ ചെയ്യുന്ന വേർഡ്സ് ആണ്. അത് ഫീൽ ചെയ്യുക. അപ്പൊ അമ്മ എന്ന് പറയുന്ന വാക്ക്, തായ് എന്ന് പറയുന്ന വാക്ക്, കാതൽ, അങ്ങനെ കുറെ നല്ല നല്ല വാക്കുകൾ അവർക്കുണ്ട്.
അപ്പം അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ഭാഷ. ഒരുപക്ഷെ നമ്മുടെ ഭാഷ തന്നെ അവരിലൂടെ വന്ന ഭാഷയായിരിക്കുമല്ലോ, ആണല്ലോ. അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഈ ഭാഷയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. പക്ഷെ ഈ മലയാള സിനിമ ഇവിടെ ആകുമ്പോൾ എന്റെ നാട്ടുകാരാണ്, എന്റെ സ്വന്തം ആൾക്കാരാണ്, എല്ലാം എനിക്ക് പരിചയമുള്ള ആൾക്കാരാണ്. അവിടെ ആദ്യം പോകുമ്പോൾ ആരെയും പരിചയമില്ലായിരുന്നു. സോ ഇപ്പൊ ഞാൻ എന്റെ ഒരു ഓട്ടോ ശങ്കർ എന്ന് പറയുന്നത് 2019 ഒരു വെബ് സീരീസ് ആയിരുന്നു ഓട്ടോ ശങ്കർ. അതിനുശേഷം എല്ലാവർക്കും എന്നെ അവിടെ അറിയാം. ഞാൻ വളരെയധികം ഹാപ്പിയാണ്. ഞാൻ അവിടുത്തെ ഒരാളായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പല ആൾക്കാരും തമിഴ് മൂവീസിലേക്ക് എന്നെ വിളിക്കുമ്പോൾ അവരുടെ ധാരണ ഞാനൊരു തമിഴൻ തന്നെയാണെന്ന് തന്നെയാണ്. എനിക്ക് അങ്ങനെ പറയുന്നതിൽ എനിക്ക് നല്ല സന്തോഷം തോന്നുന്നു ഇടയ്ക്ക്. ആക്ച്വലി ഒരു നമ്മുടെ തമിഴ് ആക്ടർ ആയിട്ടുള്ള ധനുഷിന്റെ കട്ടുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കട്ടുണ്ടോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ? കാരണം എനിക്കും ഫീൽ ആയിട്ടുണ്ട് ചേട്ടൻ ധനുഷിന്റെ ഒരു കട്ട് എവിടേക്കോ ഫീൽ ആവുന്നത് പോലെ. നമ്മുടെ മാരി 2-ല് മാരിയിലൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഒരു അപ്പിയറൻസും കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ അങ്കമാലി ഡയറീസിൽ ചേട്ടൻ വന്ന ആ ഒരു അപ്പിയറൻസും ഏകദേശം സാമ്യമുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ആക്ടിങ്ങിന്റെ കാര്യമൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫാമിലിയെ പറ്റി പറഞ്ഞില്ല. ഞാനിപ്പോ താമസിക്കുന്നത് എറണാകുളത്താണ്. ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് എറണാകുളത്താണ് താമസിക്കുന്നത്. വീട്ടില് വൈഫ് രേഷ്മ, 2 മക്കളാണ്. മോളുടെ പേര് അവന്തിക, മോന്റെ പേര് അദ്വിക്. മോളെ വീട്ടില് തിയാമ എന്ന് വിളിക്കും, മോനെ കുട്ടപ്പായി എന്ന് വിളിക്കും. നാട്ടില് അച്ഛൻ, അമ്മ. മക്കളിൽ ആരെങ്കിലും ആക്ടിങ് സ്കില്ല് കാണിച്ചു തുടങ്ങിയിട്ടുണ്ടോ? അവർ രണ്ടും ഭയങ്കര ആക്റ്റീവ് ആണ് രണ്ടുപേരും. മോള് വളരെ കുഞ്ഞിലെ തന്നെ മോളിപ്പോ ഫസ്റ്റ് സ്റ്റാൻഡേർഡാണ് പഠിക്കുന്നത്. ഒരുപക്ഷെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിന് മുമ്പേ LKG ആ ഒരു സമയത്ത് തൊട്ടേ മോള് നന്നായിട്ട് സ്കേറ്റിംഗ് ചെയ്യും. അവള് ഒരു നന്നായിട്ട് സ്വന്തമായിട്ട് പഠിച്ചതാണ് സ്കേറ്റിംഗ്. പിന്നെ ഈ ജമ്പിങ്, ഫൈറ്റ്, കരാട്ടെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലേ, പഠിക്കുന്നുണ്ട്. ആക്ടിങ് രണ്ടുപേരും നന്നായിട്ട് എന്തെങ്കിലും ടിവിയിലെ കാണുന്ന വീഡിയോസ് അതേപോലൊക്കെ തന്നെ പെർഫോം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്കറിയില്ല, എന്തെന്നെ ആയാലും നല്ല ഹെൽത്തി, നല്ല മെന്റലി ആയിട്ടുള്ള, നല്ല ഹെൽത്തി ആയിട്ടുള്ള 2 പേരാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അവളുടെ 2 പേരുടെ ഒരു ഫാദർ എന്ന നിലയിൽ മക്കളെ ഏത് പ്രൊഫഷൻ സെലക്ട് ചെയ്യണമെന്നാ ചേട്ടന്റെ ആഗ്രഹം? ആക്ടിങ് തന്നെ ആണോ? ഞാൻ പറഞ്ഞല്ലോ, നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക, നല്ല മെന്റലി പവർ വേണം അവർക്ക് 2 പേർക്കും. ഹെൽത്തി ആയിട്ടിരിക്കുക, ബാക്കി അവരാണ് ചൂസ് ചെയ്യേണ്ടത്. അതെ, അവരുടെ ലൈഫ് അവർ ചൂസ് ചെയ്യട്ടെ അല്ലേ? അത് നല്ല മൈൻഡ് നല്ലൊരു മൈൻഡ് സെറ്റ് ഉള്ള 2 പേര് നല്ല ഹെൽത്തി ആയിരിക്കും. അതെനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ചേട്ടാ ഇനി വരാനിരിക്കുന്ന അപ്കമിങ് മൂവീസ് ഏതൊക്കെയാണ്? റീസെന്റ് റിലീസ് ആവാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത് ഈ വരുന്ന ജൂലൈ 4 ജങ്കാർ എന്ന് പറയുന്ന മലയാള സിനിമ. ഞാനും മലയാളത്തിലെ ഏറ്റവും നല്ല നടിയായ ശ്വേതാ മേനോൻ, ശബരീഷ്, രേണു സൗന്ദർ, അങ്ങനെ ഒരുപാടധികം സുധീർ കരമന, അങ്ങനെ ഒരുപാടധികം ആക്ടേഴ്സ്, ഗീതി സംഗീത, ഒരുപാട് ആക്ടേഴ്സ് അടങ്ങുന്ന ഒരു സിനിമയാണ് ജങ്കാർ. കൊല്ലംകാരൻ ഒരു മനോജ് ടി യാദവ് എന്നാണ് സംവിധായകന്റെ പേര്. അദ്ദേഹത്തിന്റെ നാട് കൊല്ലത്താണ്. അപ്പോ അദ്ദേഹമാണ് ഇതിന്റെ സംവിധായകൻ. MC സിനിമാസിന്റെ ബാനറിലാണ് സിനിമ ചെയ്യുന്നത്. സിനിമ ജൂലൈ 4 റിലീസാണ്. ട്രെയിലർ ഈ വരുന്ന 21 ദുബായ് മാളിൽ വെച്ചിട്ട്, ട്രെയിലർ ലോഞ്ചിങ് ദുബായിൽ വെച്ചിട്ടാണ്. GCC റിലീസ് ഉണ്ട്. അപ്പോ അതിന്റെ പ്രൊമോഷൻസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അതൊരു എന്താ പറയുക, ഒരു ഫാന്റസി സർവൈവൽ ത്രില്ലർ എന്നൊക്കെ വേണമെങ്കിൽ പറയുന്ന ഒരു സിനിമയാണ്. അങ്ങനത്തെ ഒരു ജോണറിൽ നിൽക്കുന്ന ഒരു സിനിമയായിരിക്കും. ഒരു ന്യൂജൻ സിനിമയല്ല, ഒരു പഴയ സിനിമയുടെ ഒരു മുഖമുണ്ട്. അത് അങ്ങനെ ഒരു കഥയാണ്, ഒരു കഥ പറച്ചിലാണ്. അത് വളരെ നന്നായി വരുമെന്ന് പ്രതീക്ഷയുണ്ട്. അതിനുശേഷം ഇറങ്ങാൻ പോകുന്നത് അനന്തൻ കാട് എന്ന് പറയുന്ന മലയാളം. അപ്പോ ജൂലൈ 4 ഇറങ്ങാനിരിക്കുന്ന ചേട്ടന്റെ പുതിയ മൂവി ആയിട്ടുള്ള ജങ്കാറിന്റെ വിശേഷങ്ങളാണ് ചേട്ടൻ നമ്മളുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചേട്ടാ, നമ്മുടെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ലിസണേഴ്സിനോട് എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും സന്തോഷം. ഞാൻ ഈ ഭാഗത്തൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സ്ഥലമാണ്. എന്റെ ഒരുപാടധികം ബന്ധുക്കളൊക്കെ അവിടെ ഉണ്ട്. ഞാൻ എല്ലാരെയും ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണാറുണ്ട് അവിടെ. എല്ലാരും ഉറപ്പായിട്ടും എന്നെ പോലെയുള്ള അല്ലെങ്കിൽ ഞങ്ങളെ പോലെയുള്ള കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായും നിങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്നുള്ള വിശ്വാസമുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നല്ല നല്ല കഥാപാത്രങ്ങളുമായി നിങ്ങൾക്കിടയിലേക്ക് ഞാൻ ഉറപ്പായിട്ടും എത്തുന്നുണ്ടാവും. ഒരിക്കലും നിങ്ങൾക്ക് ഒരു മുഷിപ്പുണ്ടാകുന്ന തരത്തിലുള്ള ഒരു പ്രകടനം ഞാൻ കാഴ്ചവെക്കില്ല എന്ന് എനിക്ക് ഉറപ്പ് തരാൻ സാധിക്കും. നല്ല വേഷങ്ങളുമായി, നല്ല പ്രകടനങ്ങളുമായി ഞാൻ വരുന്നുണ്ടാവും. എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാവണം. എന്നെ ഈ വിളിച്ചതിനും ഞാനുമായിട്ട് ഇത്രയും ഒരു സമയം ചെലവഴിച്ചതിനും എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എന്റെ 1000 ആശംസകൾ നേരുന്നു. നല്ലൊരു നാളുകൾ നേരുന്നു. ഇത്രേ ഉള്ളൂ. അപ്പൊ ശരത്തേട്ടാ, ഒരുപാട് സന്തോഷം ഞങ്ങൾക്കും ഉണ്ട്. കാരണം ഒരുപാട് തിരക്കുകൾക്കിടയിൽ നിന്നുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഇന്റർവ്യൂ തരാനായിട്ടുള്ള മനസ്സ് കാണിച്ചത്. അതുകൊണ്ട് തന്നെ ഒത്തിരി സ്നേഹം അറിയിക്കുകയാണ്. ചേട്ടന്റെ റിലീസ് ആകാനിരിക്കുന്ന സിനിമ വിജയിക്കട്ടെ എന്ന് നമ്മളും ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ നല്ല അടിപൊളി ക്യാരക്ടേഴ്സ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ചേട്ടനും ഉണ്ടാകട്ടെ കേട്ടോ. അപ്പൊ എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ ഭാഗത്തു നിന്നും അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. റെഡ് കാർപ്പറ്റ്, എ ഡേ വിത്ത് യുവർ ഫേവറേറ്റ് സെലിബ്രിറ്റീസ്. നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ എത്തുന്നു ആശ്രയ FM 90 കേൾക്കാം റെഡ് കാർപ്പറ്റ് സെലിബ്രിറ്റി ചാറ്റ് ഷോയിലൂടെ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ 10 മണി വരെ. സ്റ്റേ ട്യൂൺ.